അയാളുടെ തോൽവി കാണാൻ കൊതിച്ചവർ കൂടുതലാണ്. പരാമർശിച്ചവരും വിമർശിച്ചവരും എത്രയോ മടങ്ങാണ്. എന്നാൽ വിമർശിച്ചവരെയും പരാമർശിച്ചവരെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ 41-കാരൻ വീണ്ടും അവതരിക്കുകയാണ്. അയാൾക്ക് പ്രായം കൂടുതലാണ്. 41 വയസ്സുള്ള ഒരു കിളവനാണ്. ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെയായിരുന്നു ഒരൊറ്റ മത്സരത്തിൽ അയാളെ എതിരാളികൾ വിലയിരുത്തിയത്. അവർക്ക് അറിയില്ലായിരുന്നു 41 വയസ്സുള്ള ഒരു കിളവൻ എല്ലാത്തിനെയും തീർക്കുമെന്ന്. അതെ, റിവെഞ്ചുകളുടെ രാജാവായ ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാത്തിനെയും തീർത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വിമർശനങ്ങളെയും പരാമർശങ്ങളെയും. അയാൾക്കൊരു ഭ്രാന്താണ്. എതിരാളികൾ അയാളെ എത്ര കളിയാക്കുന്നുവോ അതിനുള്ള മറുപടി കളിക്കളത്തിൽ അയാൾ തീർത്തേക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേരിന് ശേഷം അയാളെ വിളിക്കുന്നത് കംബാക്ക് അതല്ലെങ്കിൽ റിവെഞ്ച് എന്നായിരിക്കും. കോങ്കോയുമായുള്ള മത്സരത്തിന് ശേഷം എതിരാളികൾ അയാളെ വിളിക്കുകയാണ് പെട്ടിക്കട നടത്തുന്നയാൾ, പെനാൾഡോ, ഒട്ടകം എന്ന ആ ഒരു വാക്കിൻ്റെ മറുപടിയാണ് അയാൾ ഉസ്ബെക്കിസ്ഥാനെതിരെ നേടിക്കൊടുത്തത്. അതെ, വൺ ആൻഡ് ഓൺലി ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രായം അയാളെ തളർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അയാൾ തളരുന്നില്ല, അതാണ് ശരി. കളിയാക്കലുകൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്നലത്തെ മത്സരം. അതെ, 2 ഗോളുകൾ നേടി മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം അയാൾ സ്വന്തമാക്കുകയാണ്. ഇന്നലത്തെ മാച്ച് കണ്ടവർക്കറിയാം അയാളുടെ ഓരോ പുതിയ ടാക്ടിക്സുകൾ. താൻ ഫ്രീ കിക്ക് അടിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് എതിരാളികളെ കൗളിപ്പിച്ച് ബോക്സിലേക്ക് പോകുന്നു. ബ്രൂണോ പന്ത് ചിപ്പ് ചെയ്യുന്നു. റൊണാൾഡോ ഫസ്റ്റ് ടൈം ഷോട്ട് അടിക്കുന്നുണ്ടെങ്കിലും ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. എന്നാലും അയാളുടെ ഐഡിയ അവിടെ വർക്കായിട്ടുണ്ട്. ഒരൊറ്റ മത്സരം കണ്ടുകൊണ്ട് നിങ്ങൾ അയാളെ വിലയിരുത്തിയതാണ് നിങ്ങൾക്ക് പിഴച്ചത്. അതുകൊണ്ട് തന്നെ അയാൾ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ റൊണാൾഡോയാണ്, കംബാക്ക് എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. റൊണാൾഡോയെക്കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പിന്നോട്ട് പോയി നോക്കണം. അത്ലറ്റിക്കോനെയും ബാഴ്സയെയും ജുവൻറ്റസിനെയും ഒക്കെ അദ്ദേഹം അടിച്ച് അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്. റയലിന് വേണ്ടി അദ്ദേഹം നേടിയത് 5 UCL ആണ്. അതെ, ഇത് തന്നെ ധാരാളമല്ലേ. ക്രിസ്ത്യാനോ എന്ന യുഗം അവസാനിക്കാൻ പോകുന്നില്ല, തുടർന്നു കൊണ്ടേയിരിക്കും. കാരണം അയാൾക്ക് പ്രായം ഒരു വിഷയമല്ല, അത് നമുക്ക് ഇന്നലെ തന്നെ മനസ്സിലായതാണ്. 41-ാം വയസ്സിലും അദ്ദേഹം മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യുന്നു, മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് അയാൾക്ക് കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ളത്. കാരണം അസൂയയാണ്, അദ്ദേഹത്തിൻ്റെ കളിമികവിൽ അസൂയ, അല്ലാതെ വേറെന്ത് പറയാനാണ്. 41-ാം വയസ്സിലും അയാൾ മികച്ചൊരു പ്ലെയർ തന്നെയാണ്. അതെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.